കറാമത്തുകൾ വിളിച്ചു പറയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത വലിയനെ കുറിച്ച് നേരിൽ കണ്ടതുപോലെ പറയുകയാണ്. അള്ളാഹുവിനെ ഭയമില്ലാത്തവർക്ക് കറാമത്ത് പറയുമ്പോ ആ വലിയനെ കാണണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ മുഹിയുദ്ദീൻ മാലയില്ല, അങ്ങനെ എല്ലാം കഴിയുമോ നമുക്ക്? അത് വിശ്വാസയോഗ്യമായി കിട്ടിയാൽ നമ്മളത് പറയും. യുക്തിവാദിയും വഹാബിയും കറാമത്തിന് അംഗീകരിക്കൂല എന്ന് കരുതിയിട്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റൂല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. അതിലൊരു സൂറത്ത് തന്നെയുണ്ട്, അതിന്റെ പേര് സൂറത്തുൽ ഇസ്റാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല എല്ലാ ലോകത്തേക്കും കൊണ്ടുപോവുകയാണ്. അന്ന് ഇത് പറയുമ്പോ ഒരു സൈക്കിള് പോലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണത്, ഇപ്പൊ ഫ്ലൈറ്റ് ഉണ്ട് എന്നെങ്കിലും ആശ്വസിക്കുക. അല്ല, ഇവിടെ ഫ്ലൈറ്റ് പോയിട്ട് സൈക്കിൾ പോലും ഇല്ലാത്ത കാലം, ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന കാലം. കാലത്താ പറയുന്ന ഫലസ്തീനിലേക്ക്, അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് ആര് യാത്ര നടത്തി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുറെ ആളുകള് കളിയാക്കി ചിരിച്ചു. അന്ന് പിന്നെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ട്രോളൊക്കെ നമുക്ക് കാണായിരുന്നു. എന്തൊക്കെ കളിയാക്കി! വിശ്വസിച്ചിരുന്ന ആളുകൾ വരെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല, പേരിന് വിശ്വസിച്ചിട്ടുണ്ടാവും. അവര് ദീനിന്ന് തന്നെ പോയി. അതുകൊണ്ട് മുഅ്ജിസത്ത് സംഭവം പറയാതെയായോ? പറയാതെ ആയില്ലെന്ന് മാത്രല്ല, അന്ന് പലരും നിഷേധിച്ചെങ്കിൽ ഈമാനുള്ളവന്റെ ഈമാൻ കൂടി. എന്നല്ലേ ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖായത്. അബൂബക്കറിന് സിദ്ദീഖ് നമ്മൾ ഇടപെട്ടു. അതിൽ കറാമത്ത് പറയാൻ പാടില്ല എന്നുള്ള വിഷയം കൊണ്ടുവരാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, എല്ലാ ജില്ലകളിലും സമസ്തയുടെ പേരിൽ നടത്തിയ ഉലമാ സമ്മേളനം, മലപ്പുറം ജില്ലയിൽ ഉലമാ സമ്മേളനം എന്ന പേരിൽ നടത്തിയിട്ട് അതില് കൊടുത്ത നോട്ടായത്. ഇതിലെന്താ പറയുന്നത്? മലപ്പുറം ജില്ലാ ഉലമാ സമ്മേളനം. എന്നിട്ട് ഇതിന്റെ 5ാമത്തെ പേജിൽ പ്രത്യേകം പോലെ എഴുതുന്നുണ്ട്, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. ആരോടായി പറയുന്നത്? വാഴ്ന്നു പറയുന്ന മൊയ്ലിയന്മാരോട്. ആ ഭാഗം അയാളെന്നൊന്ന് വായിച്ചോട്ടെ, വെച്ചുകൊടുക്കും. മലയാളത്തിൽ കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട്. വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കുന്നത്. പ്രബോധകന്മാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ റൂട്ടിൽ അങ്ങോട്ട് പോയാൽ എന്താകും? മുഹിയുദ്ദീൻ മാല നമുക്ക് ചൊല്ലാൻ പറ്റുമോ? ഇഫായി മാല ചൊല്ലാൻ പറ്റുമോ? ബദരീങ്ങളുടെ കറാമത്ത് പറയാൻ പറ്റുമോ? മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അംറുൻ ഖാരിഖുൽ ലിൽ ആദ, സാധാരണക്ക് വിപരീതമായ കാര്യങ്ങൾ. അതെങ്ങനെ മനുഷ്യ ബുദ്ധിക്ക് യോജിക്കാന്ന് പറയാ? അപ്പൊ ഇത് ഇവരുണ്ടാക്കി കൊണ്ടുവന്നൊരു വാദമാണ് ഇവിടെ. അതുകൊണ്ടാണ് വഹാബികൾ ആഘോഷിച്ചത്. ഇതൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞപ്പോ പലർക്കും മനസ്സിലായില്ല. ഇപ്പൊ വരുന്നത്